മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 9-ാം തിരുവചനത്തില് നമ്മളിങ്ങനെ വായിക്കുകയാണ്: ഈശോനാഥൻ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈശോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവേ എന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഓരോരുത്തരും ദൈവത്തെ വിളിക്കേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ പിതാവേ എന്നാണ്. കാരണം ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കേണ്ടത് വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന്. സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്ന് വിളിച്ചാൽ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമായിട്ട് മാറുക. നോമ്പുകാലം ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഈ ലോകത്തോട്, ലോകത്തിന്റെ സുഖങ്ങളോട്, ലോകത്തിൻ്റെതായ കാര്യങ്ങളോട് ഞാൻ നോ എന്ന് പറയുമ്പോൾ, അതിനെ മാറ്റി നിർത്തുമ്പോൾ, അതിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്നതാണ്. ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ദൈവം എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു, ഒരു കുഞ്ഞിന് തന്റെ അപ്പൻ നൽകുന്നത് പോലെ ദൈവം എനിക്കെല്ലാം നൽകുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാം. ആ ചിന്തയിൽ നിന്ന് ദൈവം എന്റെ അപ്പനാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉയരണം. നമ്മളെ സൃഷ്ടിച്ചത് ആരാ? ദൈവമാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ അപ്പനാ. ആ അപ്പനെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കണം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. ദൈവത്തെ അപ്പനായി കണ്ട് സ്നേഹിക്കാൻ, ദൈവത്തെ അപ്പനായി കണ്ട് അപ്പാ എന്ന് ദൈവത്തെ വിളിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു കുഞ്ഞ് തന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പിതാവിന്റെ അരികിലേക്ക് ഓടിച്ചെല്ലുന്നത് പോലെ ദൈവത്തിന്റെ അരികിലേക്ക് എല്ലാറ്റിനും ഓടിച്ചെല്ലാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു കുഞ്ഞ് പിതാവിനെ എല്ലാറ്റിനും ആശ്രയിക്കുന്ന പോലെ ദൈവത്തെ എല്ലാറ്റിനും ആശ്രയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ആശ്രയിക്കുന്ന ആരെ? ലോകത്തെയാ, ലോകത്തിന്റെ വ്യക്തികളെയാ. നമ്മൾ ജീവിതത്തിൽ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ നമ്മൾ ഓടുന്നത് എങ്ങോട്ടാ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അരികിലേക്ക് നമ്മൾ ഓടണം. ദൈവത്തിന്റെ അരികിൽ നമ്മുടെ കാര്യങ്ങൾ പറയണം. ദൈവത്തെ നമ്മൾ വിളിക്കണം. സദാസമയവും എന്റെ സ്വർഗസ്ഥനായ അപ്പച്ച എന്നുള്ള ചിന്ത, ബോധ്യം, പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കണം. വ്യക്തിപരമായൊരു ബന്ധത്തിലേക്കുള്ള വളർച്ച നമുക്ക് ദൈവവുമായിട്ടുണ്ടാകണം. ഈ നോമ്പുകാലം അതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കുറവുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും ദുഷ്ടാത്മശക്തികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരുടെ ഭവനങ്ങളും ഇന്നത്തെ അധ്വാനങ്ങളും ഇവർ പോകുന്ന വഴികളും ആശീർവദിക്കപ്പെടുകയും ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.